ഹലോ, അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയി കണ്ടിട്ട്. ഞാനന്ന് തുടങ്ങി വെച്ചപ്പം ഒരു വീഡിയോ ഇട്ടതാണ്, ഒരു ലോങ് വീഡിയോ. അപ്പൊ എനിക്ക് വീണ്ടും ഇടാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് റീസ്റ്റാർട്ട് ചെയ്യും എന്ന് വിശ്വസിച്ച് ഞാൻ തുടങ്ങുകയാണ് വീണ്ടും. അപ്പോൾ കുറേ ആയി കണ്ടിട്ടെന്നറിയാം, കുറേ പേർക്ക് അറിയില്ലായിരിക്കും ഞാൻ ആരാന്ന്. അപ്പോൾ എൻ്റെ പേര് ജിസ്മി. ഞാൻ അവിടെ പാലക്കാടാണ്, ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് വീണ്ടും ഇതൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫുൾ വീഡിയോ, ഷോർട്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുമെങ്കിലും നമ്മളൊരു ഫുൾ വീഡിയോ ഇട്ടിട്ട് കുറേയായി. ഒറ്റ ഒരു വീഡിയോയെ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുള്ളൂ, അതും ഒരുപാട് നാൾ മുന്നെയാണ്. അപ്പോൾ എനിക്കിത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടിട്ട് നമ്മളിത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും, അല്ലെ എന്ത് കണ്ടന്റ് ഇടും, അങ്ങനൊന്നും എനിക്ക് ഒരു ഐഡിയയില്ല. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യാം എന്നൊരിതിൽ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അങ്ങനെ ഇപ്പം എന്താ ചെയ്യുക, ഇപ്പം നമുക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. എനിക്ക് വർക്കിന് പോകണം, എനിക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന്. അപ്പം നമുക്കിന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഈ കോലത്തിൽ കാണുമ്പോൾ ഒരു ഭംഗിയില്ലല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് പോയി നമുക്കൊന്ന് കുളിച്ച് റെഡിയായി വരാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴെപ്പോഴും ഹെയർ വാഷ് ചെയ്യരുത്. എപ്പോഴെപ്പോഴും മീൻസ് എന്ന് വേണം ഹെയർ വാഷ് ചെയ്യരുത്. എന്ന് വേണം ഹെയർ വാഷ് ചെയ്താൽ എന്താ വെച്ചാൽ ഹെയർ ഒന്നാമത്തെ ഡ്രൈയും ആവും, ഹെയർ മുഴുവൻ പോവുകയും ചെയ്യും. അതായത് നല്ല ഷാമ്പൂ ഒക്കെ ആണെങ്കിൽ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷേ നമ്മൾ വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്യില്ലേ, അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും, ഞാൻ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, ആ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഷാമ്പു വാഷേ ചെയ്യാവുള്ളൂ. നമ്മുടെ സ്കിന്ന് പോലെയാണ് നമ്മുടെ ഹെയർ. അതിലും നമ്മൾ നല്ല ക്ലീനാക്കി വിടണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുടി മുഴുവൻ പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ ഹെയർ വാഷ് ചെയ്തത്. ആഴ്ചയിൽ 2-3 തവണ ഞാൻ ഹെയർ വാഷ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഒന്നിടവിട്ട് ചെയ്യും, കാരണം എൻ്റെ ഭയങ്കര ഓയിലിയാണ്. സ്കാൽപ്പ് ഓയിലിയാണ്, സ്കിന്നും ഓയിലിയാണ്. അപ്പം അതുകൊണ്ട് കണ്ടില്ലേ, മൊത്തം പിമ്പിളും കാര്യങ്ങളൊക്കെ എനിക്ക് വരും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. അതൊരു ടിപ്പാണ്, ഓർത്ത് വെക്കണേ. വെറുതെ ഇപ്പം ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ചില്ലെങ്കിൽ ഒരു കുളിക്കുക മീൻസ് തല കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്. മുടി മുഴുവൻ പോവും. മുടി മുഴുവൻ പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി, ഭയങ്കര ഒരു ചകിരി പോലെ ആവും. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. അപ്പോൾ മോയ്സ്ചറൈസർ ഇത് ഞാൻ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. നല്ല നല്ല സൂപ്പർ മോയ്സ്ചറൈസർ ഇത്, ഡെർമാക്കോയുടെ. അപ്പം വേണ്ടവർ വാങ്ങിച്ചു, സൂപ്പറാ. എൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കിടപ്പുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് നോക്കിയാൽ മതി. ജിസ്മി ദേസ്യ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ അവിടെ പോയി നോക്കിയാൽ മതി. അപ്പം അങ്ങനെ ചെയ്യാം ഹെയറിൻ്റെത്. പിന്നെ ഫേസിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നെക്കും കൂടെ കൂട്ടി ചെയ്യുക, അല്ലെങ്കിൽ നെക്കൊന്ന് ഫേസ് ഒന്ന് രണ്ടായിട്ടിരിക്കും. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ ഇത്രയും നാൾ ഞാൻ വീഡിയോ എടുക്കാണ്ടിരുന്ന എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് മടിയായി. എനിക്ക് മടിയായി. എൻ്റെ മടി കാരണമാണ് എൻ്റെ പല കാര്യങ്ങളും ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഇപ്പോൾ ജിമ്മിൽ പോകണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പോകത്തില്ല. കാരണം എന്താ, രാവിലെ എണീക്കാനുള്ള മടി. പക്ഷെ ഇപ്പോൾ ജോലിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, പോയല്ലേ പറ്റുള്ളൂ. അടുത്ത സൺസ്ക്രീൻ അത് ഞാൻ അക്വലോജിക്കയുടെ സൺസ്ക്രീനാണ് ഇടുന്നത്. ഇത് നല്ലതാണ്, എനിക്കിഷ്ടം. ഇതിൻ്റെ ലിങ്ക് എൻ്റെ കയ്യിലില്ല. ലിങ്ക് വേണമെങ്കിൽ പറയും, ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. അങ്ങനെ ഇത് നമ്മൾ എല്ലായിടത്തും തേച്ച് കൊടുക്കണം. ഇതൊക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലാണ് ഇതെല്ലാം ഇടുന്നത്. പിന്നെ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ല, അധികം വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല, മഴയല്ലേ. ഇവിടെ ഭയങ്കര ഇരുട്ട് മൂടി നിൽക്കുക. പിന്നെ എൻ്റെ ശരിക്കുള്ള സ്ഥലം പാലക്കാടല്ല കേട്ടോ. എൻ്റെ സ്ഥലം ഇടുക്കിയാണ്. ഞാനിവിടെ വർക്ക് ചെയ്യാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുള്ളൂ. ഇപ്പം നമ്മൾക്കിവിടെ ഹോസ്റ്റലാണ്.
ഹോസ്റ്റലിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വീട് വരുന്നത് ഇടുക്കിയില്ല. പക്ഷെ എനിക്ക് അവിടെ ഇഷ്ടം. ഇവിടെ ഇഷ്ടമല്ല എന്നല്ല, ഇവിടെ നമ്മൾ ജോലിക്കല്ലേ വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിൽക്കുന്ന പോലെയുള്ള സുഖങ്ങളൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. സുഖ സൗകര്യങ്ങൾ ഇവിടെ നമ്മൾ തനിയെ കുക്കിംഗ് ഒക്കെ നമ്മൾ തനിയെ ചെയ്യണം. അപ്പം ആകെ ഭയങ്കര പാടല്ല, എനിക്ക് പാടാ. അങ്ങനെ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. ഒരു കോലം കട്ട പോലെ അല്ലേ, ശരിയാവും, വെയിറ്റ്. പിന്നെ അയ്യോ, ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആണ്. ഇനി ഇതൊരു വലിയ പ്രശ്നത്തിലേക്കാണ് ഇത് പോകാൻ പോകുന്നത്. ഫസ്റ്റ് കണ്ണ് ചൊറിയും, പിന്നെ തുമ്മലാവും, പിന്നെ അതങ്ങ് പനിയും. അലമ്പ് പിടിച്ചൊരിതാണ്. നമുക്ക് കുറച്ച് കോമ്പാക്റ്റ് ഇടാം. ഇത് ആകെ പൊട്ടിപ്പൊളിഞ്ഞ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ആരെയും കാണിക്കുന്നില്ല, ആകെ നശിച്ചു. കുറച്ച് മതി, ജസ്റ്റ് ഒരു ഓയില് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇടുക. എനിക്ക് പെട്ടെന്ന് ഒരു ഓയിലിയാവും. മൂക്കിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഓയിലി എൻ്റെ സ്കിന്ന്. അപ്പം അതുകൊണ്ട് കുറച്ച് മാത്രം കോമ്പാക്റ്റ് ഇടും. ഇത് കഴിഞ്ഞു. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് നേരത്തെ. ഈ കുളി കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് ലിപ് ബാം ഇടണം, ഇല്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട്, ചുണ്ട് മാത്രമേ എനിക്ക് ആകെ ഡ്രൈ ആയിട്ടുള്ളൂ. അത് നമ്മൾ ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈകിട്ട് വരെ കുഴപ്പമില്ല. നെക്സ്റ്റ് ഫേസ് വാഷ് വരെ എനിക്ക് പ്രശ്നമില്ല. അപ്പം നമ്മൾ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ഐബ്രോ ഫില്ല്. ഇത് പൊട്ടിപ്പൊളിഞ്ഞായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല, മനസ്സിലായോ? ഇവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ അതിൽ നോക്കി ചെയ്യുന്നത്. എനിക്ക് ഫോണിൽ നോക്കി ചെയ്യാൻ എനിക്ക് അറിയത്തില്ല മീൻസ് ഭയങ്കര ഇതാവും, കൺഫ്യൂഷൻ ആവും എൻ്റെ. അയ്യോ, അത് കൺഫ്യൂഷൻ ആയി. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിവിടെ വലിയ കണ്ണാടിയൊന്നും ഇല്ല, നമ്മൾ ഹോസ്റ്റലായതുകൊണ്ട് ഇങ്ങനെ വലിയ കണ്ണാടികളൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു കണ്ണാടി മേടിച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ എനിക്ക് ജോലിക്ക് പോകാനൊന്നും എനിക്ക് മടിയാണ് ജോലിക്ക് പോകാൻ. എന്ത് ചെയ്യാനോ, പോയല്ലേ പറ്റുള്ളൂ. ഒന്നാമത്തെ ഇപ്പം മഴ. ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട ഞാനല്ലേ ഇങ്ങനെ പണിക്ക് പോകണം. ഞാൻ പണിക്ക് പോകുന്നിടത്ത് ആൾക്കാരൊന്നും കേൾക്കും. ഇതാണ് എൻ്റെ ഐഷാഡോ. ഇത് മാഴ്സിൻ്റെ കേട്ടോ. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യും, നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ടൈപ്പ് വീഡിയോസ് ചെയ്യണം, അല്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടും, ഓക്കെ? അപ്പം ഞാൻ അതിനനുസരിച്ച് ഞാൻ ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ല ഞാൻ എന്ത് ചെയ്യും, എങ്ങനത്തെ ടൈപ്പ് വീഡിയോ ചെയ്യും. അപ്പം നിങ്ങൾ എനിക്ക് കുറച്ച് ഐഡിയാസ് താ, അതിൽ കുറച്ച് കമൻറ്റ് ചെയ്യുക എന്തൊക്കെ വേണം, അല്ലെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് വേണം, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ളതും ഞാൻ ചെയ്യാൻ ആഗ്രഹമുള്ളതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പം ഞാൻ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് കാണുന്നില്ലേ? അപ്പോൾ കാണുന്നുണ്ടോ? ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു ഗ്ലിറ്റർ. ഇപ്പം ഞാൻ കണ്ണ് എഴുതത്തില്ല. കണ്ണ് എഴുതുമ്പോഴെന്താ പ്രശ്നം അറിയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഓൾറെഡി ഈ കണ്ണിങ്ങനെ ചൊറിയുന്നതുകൊണ്ടേ അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ആ കണ്ണ് ഇങ്ങനെ ആക്കിയിട്ട് മൊത്തം പോവും. അപ്പോൾ വെറുതെ എന്തിനാ അത് എഴുതിയിട്ട്, ഇനി നാഗവല്ലി പോലെ ആയിക്കഴിഞ്ഞിട്ട് ആകെ മാനക്കേടാം. എൻ്റെ ജോലി പറഞ്ഞാലേ അങ്ങനത്തെ ജോലിയാണ്. എല്ലാവരും ഡെയിലി കുറേ പേരെ നമ്മൾ കാണണം, ഫേസ് ചെയ്യണം. അപ്പം അവരൊക്കെ എന്നെ പറ്റി മോശം വിചാരിക്കും. പിന്നെ എൻ്റെ അടുത്തൊരു മസ്കാര ഉണ്ട്, അതും തീർന്നു. പിന്നെ എൻ്റെ ഒരു ചുമ്മാ ഇടാം എന്നൊരിതിന് ഇടുന്നേ ഉള്ളൂ. ഇതൊന്നും വരത്തില്ല, എന്ത് ചെയ്യണം? മസ്കാരയൊക്കെ വാങ്ങണം. പക്ഷെ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സുഖമാട്ടോ. എനിക്ക് ഭയങ്കര ഓയിലി ആയതുകൊണ്ട് എനിക്ക് ഒരു ദിവസം വാഷ് ചെയ്തില്ല ഇങ്ങനെ ചൊറിയാൻ തുടങ്ങും, ഇറിറ്റേഷൻ. ഞാൻ അടുത്തത് ലിപ്സ്റ്റിക് ഇടാം.
ലിപ്സ്റ്റിക്ക് കുറച്ച് ഡാർക്ക് ആവും, നല്ല നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ആവും. ഇത് ലാക്മേൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണേ, നല്ല ഷെയ്ഡാ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. ഇത് മാത്രമായിട്ടാണേലും മതി, പക്ഷെ നമ്മുടെ ജോലിക്ക് കുറച്ചും കൂടെ എടുത്തു നിൽക്കുന്ന ലിപ്സ്റ്റിക്ക് വേണം. അപ്പം നമ്മൾ കുറച്ച് അതിൽ റെഡ് മിക്സ് ചെയ്താൽ ശരിയാവും. കണ്ടോ, ഇപ്പൊ ഒരു മെറൂൺ ചെയ്തത് കണ്ടോ. ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഞാൻ വേറെ ആളായില്ലേ, അറിയാം. ലിപ്സ്റ്റിക്കാണ് എനിക്ക് കോൺഫിഡൻസ് തരുന്നത്. ഇനി നമുക്ക് പൊട്ട് വെക്കാം. ഈ പൊട്ട് ഞാൻ വർഷങ്ങളായി ഇതേ സെയിം പൊട്ടുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആളാകെ മാറി എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ ഞാൻ സുന്ദരിയായി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. പക്ഷെ അല്ലല്ലോ, എനിക്കറിയാം ഞാൻ സുന്ദരിയാണ്. എന്നാലും നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ സുന്ദരിയായി എന്ന്, പൊട്ട് വെച്ചപ്പോൾ സുന്ദരിയായി. അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഇടാണ്ട് ഞാൻ സുന്ദരിയാണെന്ന് നിങ്ങൾ പറയണം. ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്റർ ഇട്ടുണ്ട്. ഹൈലൈറ്റർ മൂക്കിൻ്റെ അവിടെ മാത്രമേ ഞാൻ ഇടുള്ളൂ. കണ്ടാ 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 കാണുന്നുണ്ടോ നിങ്ങൾ? ഇതൊരു ബ്ലഷ്. ഇങ്ങനെ കുറച്ച് മേലോട്ട് കയറ്റിയിടും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫേസ് ലിഫ്റ്റ് ആയ പോലെ തോന്നും. നമുക്ക് നോക്കാം ലിഫ്റ്റ് ആയോ ഇല്ലയോ. ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് വല്ലതും ഉണ്ടോ? കണ്ടോ, ഇവിടെ കുറച്ച് കയറിയ പോലെ നമുക്ക് തോന്നില്ലേ, അതായത് കുറച്ചുകൂടെ സ്ലിം ആയ പോലെ. നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ കുറച്ച് കൂട്ടിയിടുമ്പോഴത്തേക്കും, അല്ല കുറച്ച് കയറ്റിയിടുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നും. കൂടുതൽ ഞാൻ കവിളിലേക്ക് അങ്ങനെ ഇടില്ല, ഈ സൈഡിലാണ് ഇടുക. ഓ മുടിയേ, എങ്ങനെ ഉണ്ട്, സുന്ദരിയായോ? നമുക്ക് വാച്ച് കാണും കേട്ടോ. വാച്ച് എവിടെ? വാച്ച് കാണാനില്ല. ആ വാച്ച് നമുക്ക് പിന്നീട്. അപ്പം ഇതാണ് എൻ്റെ മുഴുവൻ റെഡിയായി. ഞാൻ കണ്ടോ, എൻ്റെ ഡ്രസ്സ് കാണണോ? എൻ്റെ ഡ്രസ്സ് കാണാനായിട്ട് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് 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 വരിക. എവിടെ വെച്ചിട്ടാ? ഇതാണ് എൻ്റെ ഡ്രസ്സ് വരുന്നത്. കാരണം ഒരു ടോപ്പ്, ഒരു ലൂസായിട്ടുള്ള പാൻറ്, ഇത്. അപ്പം ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാനാണ് താല്പര്യം, എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് കാണാനാണ് താല്പര്യം, അല്ലെങ്കിൽ എന്തിനെ പറ്റിയെങ്കിലും അറിയാനുണ്ടോ, എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യും. കാരണം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വീഡിയോ ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം നമ്മളിത് ഞാൻ കുറേ ആയിട്ട് ഞാൻ തുടങ്ങണം എന്ന് വിചാരിക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ലാസ്റ്റായിട്ട് നമ്മളങ്ങ് തുടങ്ങുകയാണ്. അപ്പം എൻ്റെ കൂടെ എല്ലാവരും എൻ്റെ സപ്പോർട്ടിന് ഉണ്ടാവണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെന്താണ് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് എനിക്ക് ജിസ്മി ദേവസ്യ പറഞ്ഞിട്ട്, അതിൽ എല്ലാവരും ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ഇങ്ങനെ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് ഇൻസ്റ്റയിൽ ഞാൻ ആ വീഡിയോ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെന്താണ്, അങ്ങനെയൊക്കെ. അപ്പം ഇനിയിപ്പം ഡ്യൂട്ടിക്ക് പോകണം. സത്യം പറഞ്ഞാൽ ഇതല്ല എൻ്റെ ഡ്രസ്സ് ഡ്യൂട്ടിക്ക് പോകുന്നത്. ഇത് യൂണിഫോം ഇടണം. ഞാൻ യൂണിഫോം നിങ്ങളെ കാണിക്കത്തില്ല. എന്നിട്ട് അപ്പം നമ്മൾ ഇതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ചൊരു 2-3 വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. കൊള്ളാമോ? എനിക്കിഷ്ടമായി ഇങ്ങനത്തെ ടോപ്പൊക്കെ. നല്ല 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 കംഫർട്ടബിളാണ് ഇങ്ങനത്തെ ഡ്രസ്സുകൾ. അപ്പം അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ വാച്ചും കൂടെ ഇടണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാനതൊക്കെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എങ്ങനെ ഇതൊക്കെ കുറച്ചുകൂടെ ബെറ്ററാക്കി കൊണ്ടുവരാൻ പറ്റും. ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം എന്തായാലും ആദ്യം ഇട്ട വീഡിയോനേക്കാളും ബെറ്റർ ആയിരിക്കും ഇത്. ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കണം നെക്സ്റ്റ് വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കങ്ങനെ ആഗ്രഹം. ബെറ്റർ ആക്കണം, നമ്മുടെ വീഡിയോസൊക്കെ നല്ലപോലെ റീച്ച് ആക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എനിക്കറിയത്തില്ല പിന്നെന്ത് പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.